സാങ്കേതിക തികവുകളുടെ കാലത്തു ജീവിക്കുന്ന വ്യക്തി എന്ന നിലക്ക് കണ്ടെത്തിയതിനേക്കാൾ എത്രയോ മടങ്ങ് ഇനിയും കണ്ടെത്തേണ്ടതായിട്ടുണ്ട് എന്ന തിരിച്ചറിവാണ് നമുക്ക് ലഭ്യമായി കൊണ്ടിരിക്കുന്നത്. അനേകം ഗാലക്സികളുണ്ട് ഇവിടെ. അതിലൊന്ന് മാത്രമായ ക്ഷീരപഥം അഥവാ മിൽക്കി വേ, അതിലെ ഒരൊറ്റ നക്ഷത്രമായ സൂര്യനെ ചുറ്റുന്ന 8 പ്രധാന ഗ്രഹങ്ങളിൽ നമ്മുടെ ഭൂമിയിൽ മാത്രമാണ് ജീവൻ നിലനിൽക്കുന്നത്. നമ്മൾ അറിയേണ്ട ചില ആമുഖങ്ങൾ സാന്ദർഭികമായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ സംസാരത്തിലൂടെ സർവ മനുഷ്യർക്കും സ്വാഭാവികമായി അംഗീകരിക്കാനും ഉൾക്കൊള്ളാനും ജീവിതത്തിൽ പകർത്താനും കഴിയുന്നതു മാത്രമാണ് നിങ്ങളുടെ മുമ്പിൽ വെക്കാൻ വളരെ സ്നേഹബുദ്ധിയ ആഗ്രഹിക്കുന്നത്. ഈ ഭൂമിയിൽ കരയിലും വെള്ളത്തിലും വായുവിലുമൊക്കെയായി ഏതാണ്ട് 87 ലക്ഷം സ്പീഷീസ് അഥവാ ജീവിവർഗങ്ങൾ ഉണ്ട് എന്നത് ഔദ്യോഗികമായ കണക്കുകളാണ്. ഇതൊന്നും സ്വയംഭൂവായി തനിയെ ഉണ്ടാകുന്നതല്ല, ഉണ്ടാവുകയില്ല എന്നത് മനുഷ്യ മസ്തിഷ്കത്തിന്റെ സാധാരണ താല്പര്യത്തിൽപ്പെട്ടതല്ലേ? തീർച്ചയായും അങ്ങനെയാണെങ്കിൽ ഇവയുടെയൊക്കെ പിന്നിലുള്ളതാരാണ്? അവനെ എങ്ങനെയാണ് നമുക്കറിയാൻ കഴിയുക? അവൻ എന്തിനാണ് ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഈ ലോകത്ത് നിശ്ചയിച്ചു വെച്ചിട്ടുള്ളത്? ഇത്യാദി കാര്യങ്ങളെ കുറിച്ച് സാധാരണഗതിയിൽ നമ്മുടെ ആലോചനയിലേക്ക് കടന്നു വരേണ്ടതുണ്ടല്ലോ. ബുദ്ധിയുള്ള ഏതു മനുഷ്യന്റെയും ഉള്ളിൽ എന്തിനാണ് നാം ഇവിടെ വന്നിട്ടുള്ളത്, നമ്മുടെ ധർമ്മം എന്താണ്, ആരാണ് ഇതിന് പിന്നിലുള്ളത് എന്ന ചോദ്യങ്ങൾ കടന്നു വരാതിരിക്കുകയില്ല. തീർച്ച ഈ ലോകത്തെ പല വസ്തുക്കളുടെയും കണ്ടെത്തലുകളുടെയും പിന്നിൽ ആരൊക്കെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത്, എന്തൊക്കെയാണ് അതിന്റെ പിന്നിലുള്ള വിസ്മയകരമായ കാര്യങ്ങൾ എന്നൊക്കെ അറിയാൻ എത്ര റിസ്ക് എടുത്തിട്ടും നമ്മൾ പരിശ്രമിക്കാറുണ്ട്. അല്ലെങ്കിൽ അത്തരം പരിശ്രമങ്ങളെ വായിക്കാനും അന്വേഷിക്കാനും നമ്മുടെ മനസ്സ് നമ്മോട് മന്ത്രിക്കാറുണ്ട്. എല്ലാം പടച്ച സട്ടാവായ നാഥൻ തന്നെ അവനെ അറിയാൻ അന്വേഷിക്കാൻ പറയുന്ന രീതി നോക്കൂ നിങ്ങൾ. വളരെ സുതാര്യമായി, സുവ്യക്തമായി, സുന്ദരമായി ഏതൊരു മനുഷ്യനും ഉൾക്കൊള്ളാം. എന്റെ ശബ്ദം ശ്രവിക്കുന്ന പരിധിയിലുള്ള മുസ്ലിമിനല്ല, ലോകത്ത് മതമുള്ളവനും മതമില്ലാത്തവനും ആർക്കും അംഗീകരിക്കാവുന്ന വിധത്തിൽ, അന്വേഷിച്ച് കണ്ടെത്താവുന്ന വിധത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിന്റെ നിയന്താവ് അവനെ കുറിച്ച് പഠിപ്പിച്ചു തരുന്നത്. വിശുദ്ധ ഖുർആൻ 41-ാം അധ്യായം സൂറ ഫുസ്സിലത്തിന്റെ 53-ാമത്തെ വചനം, സനുരീഹിം ആയാതിനാ ഫിൽ ആഫാഖ് വഫീ അൻഫുസിഹിം ഹത്താ യതബയ്യന ലഹും അന്നഹുൽ ഹഖ് അവലം യക്ഫി ബിറബ്ബിക അന്നഹു അലാ കുല്ലി ഷൈഇൻ ഷഹീദ്. സനുരീഹിം ആയാതിനാ ഫിൽ ആഫാഖ്, നാനാഭാഗങ്ങളിലേക്ക് നിങ്ങൾ നോക്കൂ. ആ നിങ്ങളുടെ നോട്ടം നിങ്ങൾക്ക് കൃത്യമായി കാര്യങ്ങൾ വ്യവച്ഛേദിച്ച് ബോധ്യപ്പെടുന്ന, നേരത്തെ പറഞ്ഞ ആരാണിതിന്റെ പിന്നിലുള്ളത് എന്ന് നിങ്ങളോട് നിങ്ങൾക്ക് ഉത്തരം നൽകുന്ന, നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു തോന്നൽ എന്ന നിലക്കാവാം. ഒന്നുകിൽ
അതല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു ഭാഗമായി ഈ ആയത്തിന്റെ പരിധിയിൽ തന്നെ വരുന്നത്, തനിക്ക് ചുറ്റുമുള്ള വിസ്മയ ലോകത്തെ വീക്ഷിക്കുമ്പോ, അതിലൂടെ അന്വേഷണങ്ങൾ നടത്തുമ്പോ, ഇതിന്റെയൊക്കെ പിന്നിലുള്ള സട്ടാവിനെ തിരിച്ചറിയാൻ അവന്റെ അന്വേഷണാത്മകത അവന് നിമിത്തമായി തീരും എന്നുള്ളതാണ്. അപ്പൊ വെറുതെ വിശ്വസിക്കണം എന്നുള്ളതല്ല എല്ലാം പടച്ചവന്റെ തീരുമാനം, അല്ലെങ്കിൽ അങ്ങനെയല്ല അവൻ നിർദ്ദേശിച്ചിട്ടുള്ളത്. മറിച്ച് കാര്യങ്ങൾ അന്വേഷിക്കൂ, നിങ്ങൾ പഠിക്കൂ, അന്വേഷിക്കൂ, മനസ്സിലാക്കൂ. അതിലൂടെ നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന ആശയമാണ് അല്ലാഹു അൽ ഇലാഹ്, ആരാധ്യൻ ആരാണ് എന്നുള്ളത്. പലപ്പോഴും ദൈവമില്ല എന്ന നിരീശ്വരവാദത്തിന്റെ നാസ്തികതയുടെ വാദങ്ങളൊക്കെ കടന്നു വരുമ്പോ പല വിധത്തിലും അതിൽ നിന്ന് ഒളിച്ചു മാറാൻ, അതിൽ നിന്ന് ആ ചോദ്യങ്ങളെ ഭയപ്പെട്ടുകൊണ്ട് മാറി നിൽക്കാൻ പലരും ശ്രമിക്കുമ്പോ നമുക്ക് പറയാനുള്ളത് വളരെ കൃത്യമായി ബുദ്ധിരഹിതമായ ആശയങ്ങളാണ് ദൈവനിരാസത്തിന്റെ ആളുകൾ ഇവിടെ ഇട്ടേച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. സാഹചര്യങ്ങളെ കാണാതിരിക്കുന്നവന് മാത്രമേ ദൈവനിഷേധിയാകാൻ സാധിക്കുകയുള്ളൂ. കൃത്യമായ ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട്, കൃത്യമായ ലക്ഷ്യവും താല്പര്യവും മുന്നിൽ കണ്ടുകൊണ്ടുള്ള സൃഷ്ടിപ്പ് നടത്തിയവനാണ് ലോകത്തിന്റെ സട്ടാവായിട്ടുള്ള അല്ലാഹു എന്ന് നമ്മൾ വിളിക്കുന്ന ദൈവം. അലക്ഷ്യമായിട്ടല്ലല്ലോ പ്രപഞ്ചത്തിന്റെ ഘടനയുടെ ആസൂത്രണവും സംവിധാനങ്ങളും ഒന്നുള്ളത്. നോക്കൂ, നിങ്ങൾ ഒരൊറ്റ ഉദാഹരണം മാത്രം ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാക്കാൻ സാധിക്കും. ഭൂമിയിൽ മാത്രമാണ് ജീവന്റെ സാന്നിധ്യവും ജീവന്റെ അടയാളവും ഇന്നുവരേക്കും കണ്ടെത്തിയിട്ടുള്ളത്. അതിന്റെ കാരണങ്ങൾ അന്വേഷിക്കൂ. സ്വയംഭൂവായി ഉണ്ടായതാണോ? ആ കാരണങ്ങൾ യാദൃശികമാണോ? ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലം വലിയൊരു ഘടകമാണ്. 15 കോടി കിലോമീറ്റർ അപ്പുറത്താണ് ഭൂമിയുടെ, അപ്പുറത്താണ് സൂര്യൻ നിൽക്കുന്നത്, അപ്രോക്സിമേറ്റ്. എന്നാൽ ആ 15 കോടി കിലോമീറ്ററിൽ അല്പം കൂടിയാൽ കൊടുത്ത തണുപ്പ് കാരണത്താൽ ഇവിടെ ജീവന് വാസത്തിന് സാധ്യത ഉണ്ടാവുകയില്ല. ഇനി അല്പം കുറഞ്ഞാൽ ചൂടുകൊണ്ട്, അത്യുഷ്ണം കൊണ്ട് ഇവിടെ ജീവിക്കാൻ സാധ്യമാകാതെ വരും. അപ്പൊ രണ്ടും അവിടെ നെഗറ്റീവായ, ഋണാത്മകമായ വിധത്തിലാണ് അത് ഫലിക്കുക എന്നുള്ളതാണ്. നോക്കൂ, നിങ്ങൾ ഭൂമിയിലേക്ക് പതിക്കാൻ ശ്രമിക്കുന്ന കോമറ്റ്സ്, ഉൽക്കകളെ, അതുപോലെ ചെറിയ ഗ്രഹങ്ങൾ, ഇതൊക്കെയും ജൂപ്പിറ്റർ എന്ന അയൽ ഗ്രഹം പിടിച്ചു വലിക്കുന്നത് കേവലം ഒരു യാദൃശിക പ്രതിഭാസമാണ് എന്ന് പറയുന്നത് എത്രമാത്രം വലിയ മണ്ടത്തരമാണ്. നിസാരമായ ഒരു മുട്ടുസൂചി പോലും പ്രതാവിൽ സൃഷ്ടിക്കപ്പെടുന്നില്ല എന്ന് വിശ്വസിക്കുന്ന ഏതൊരു മനുഷ്യനും ഉൾക്കൊള്ളാവുന്ന കാര്യമാണല്ലോ ഇതൊക്കെ. പ്രിയമുള്ളവരെ, വാസയോഗ്യമായ വിധത്തിൽ ഭൂമിയെ നാം അനുഭവിക്കുന്നത് സത്യമാണോ? തീർച്ചയായും സത്യമാണ് എന്ന് പറയാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ അതാണ് നമ്മളോട് നമ്മുടെ മനസ്സ് മന്ത്രിക്കുന്നത്. കാണാവുന്ന കണ്ണ് ഭൂരിഭാഗം പേർക്കുമില്ലേ? അതേ എന്ന ഉത്തരം മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ശ്വസിക്കാൻ പറ്റുന്ന മൂക്കല്ലേ നമുക്കുള്ളത്? ആണ് എന്നാണ് നമ്മൾ ആൻസർ പറയുന്നത്. നമ്മുടെ നാവുകളിലൂടെ രുചി നമ്മൾ ആസ്വദിക്കുന്നുണ്ടല്ലോ. ഇതൊക്കെ സത്യമാണ്, ഇതിനൊക്കെ തീർച്ചയായും അങ്ങനെ തന്നെയാണ് എന്ന് നമ്മൾ ഉത്തരം പറയുന്നു എങ്കിൽ, ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇതിന് പിന്നിൽ ഒരു ഡിസൈനർ, ഒരാസൂത്രകൻ ഇല്ല എന്ന് കരുതുന്നതിലേറെ വലിയ വിഡ്ഢിത്തരം, വലിയ അബദ്ധം
വലിയ തെറ്റിദ്ധാരണ മറ്റെന്താണുള്ളത്? ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ഈ ആസൂത്രണത്തെ എതിർക്കുന്ന ആളുകൾ ചില ബുദ്ധിക്ക് നിരക്കാത്ത വാദങ്ങൾ ഉന്നയിക്കാറുണ്ട്. പ്രിയമുള്ളവരെ, വിശ്വമാനവികതക്ക് വേദം വെളിച്ചമാകുന്നത് എങ്ങനെയാണെന്ന് ബോധ്യപ്പെടണമെങ്കിൽ ആദ്യം ഈ കാലഘട്ടത്തിൽ നമ്മൾ അറിയുകയും അറിയിക്കുകയും ഒക്കെ ചെയ്യേണ്ടത് ഇങ്ങനെ ഒരു വേദത്തിന്റെ ഉടമയായിട്ടുള്ള ജഗന്നിയന്താവായ അള്ളാഹുവിനെ കുറിച്ചുള്ള കൃത്യമായ ബോധ്യപ്പെടലുകളാണ്. പലരും ഈ ആസൂത്രകനെ എതിർക്കുന്നത് എങ്ങനെ നോക്കൂ നിങ്ങൾ. രോഗമുണ്ടല്ലോ, മരണമുണ്ടല്ലോ, വൈകല്യങ്ങൾ സംഭവിക്കുന്നുണ്ടല്ലോ, ഇതൊക്കെ ന്യൂനതകളുമാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ ന്യൂനതകളൊക്കെ അനുഭവിക്കുന്ന മനുഷ്യൻ, ആ മനുഷ്യനെ ആസൂത്രണം ചെയ്തവൻ തീർച്ചയായും അവൻ കടുത്ത അപരാധമല്ലേ ചെയ്തത് എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, വളരെ ഉത്തരം സുവ്യക്തമായ വിധത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കൂലേ? മനുഷ്യന്റെ സൃഷ്ടിപ്പ് എന്ന് പറയുന്നത് ഓരോ മനുഷ്യനും ആഗ്രഹിക്കുന്ന വിധത്തിലല്ല ഉണ്ടായിട്ടുള്ളത്. ലോകത്ത് ഒന്നിന്റെയും സൃഷ്ടിപ്പ് അങ്ങനെയല്ല. പ്രത്യേകിച്ചും മനുഷ്യരായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സൃഷ്ടിപ്പ് കൃത്യമായ ഒരു ലക്ഷ്യത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണുള്ളത്. ആ ലക്ഷ്യം എന്താണ്? ആ ലക്ഷ്യത്തെ കുറിച്ച് പറയുമ്പോ പ്രധാനമായും രണ്ട് കാര്യങ്ങളെ, നമുക്ക് രണ്ട് വചനങ്ങളെ എടുത്തുദ്ധരിക്കാൻ കഴിയും. വിശുദ്ധ വേദം അത് പഠിപ്പിക്കുന്നു. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത് ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. പരീക്ഷണം നടത്തുക എന്നതാണ് സൃഷ്ടിപ്പിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അപ്പൊ പരീക്ഷണം നടത്തലാണ് സൃഷ്ടാവിന്റെ ഉദ്ദേശമെങ്കിൽ അവിടെ വരുന്ന ചെറിയ ചെറിയ സൃഷ്ടിപ്പിലെ ന്യൂനതകൾ അത് ന്യൂനതകളാണെന്ന് നമുക്ക് എങ്ങനെ പറയാൻ സാധിക്കും? കാരണം അതിന്റെ ആസൂത്രകൻ ലക്ഷ്യത്തെ മാനിച്ചുകൊണ്ടാണ് അത് സംവിധാനിച്ചിട്ടുള്ളത്. ഇവിടെ ഒരാൾ ഒരു വീട് വെക്കുമ്പോ ആ വീട് വെക്കുന്നതിന് വേണ്ടി അയാൾ പ്ലാൻ ചെയ്തിട്ടുള്ള പ്രകാരമാണ് അത് നടക്കുക. മറ്റൊരാൾ അവിടെ വന്നിട്ട് എന്തിനാ ഇവിടെ റൂം വന്നത്, എന്തിനാ അപ്പുറത്ത് ടോയ്ലറ്റ് വന്നത് എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. അപ്പൊ ആ സൂത്രകന്റെ തീരുമാനം അത് ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ടുള്ളതാണ്. ലക്ഷ്യം എന്താ? പരീക്ഷണമാണ്. ഇനി വളരെ കൃത്യമായി എങ്ങനെയൊക്കെ പരീക്ഷിക്കുമെന്ന് 2-ാം അധ്യായം സൂറ അൽ ബഖറയിലെ 155-ാമത്തെ വചനത്തിൽ പറയുന്നു. വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഅ് വനഖസിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സാബിരീൻ. നിങ്ങളെ കൃത്യമായി പരീക്ഷണം നടത്തുന്നതാണ്. യാതൊരു കാര്യം കൊണ്ട് അതൊരു പക്ഷേ ഭയപ്പാടായിരിക്കും, അതുമല്ലെങ്കിൽ പട്ടിണിയായിരിക്കും, അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് വിഭവ നഷ്ടവും മാനനഷ്ടവും ധനനഷ്ടവും ഒക്കെ വരുത്തിക്കൊണ്ടായിരിക്കും. ആ പരീക്ഷണത്തിൽ വിജയിക്കുന്നവന്റെ ക്രൈറ്റീരിയ എന്താണ്? വിജയത്തിന് നിദാനമായിട്ടുള്ള അവന്റെ സാഹചര്യം എന്താണ്? സബറാണ്, ക്ഷമയാണ്. അപ്പൊ ക്ഷമിക്കുമോ സഹിക്കുമോ എന്നൊക്കെ പരീക്ഷണം ചെയ്യാൻ വേണ്ടി വ്യത്യസ്തങ്ങളായ പരീക്ഷണങ്ങൾ ഉണ്ടാവുക എന്നത് സൃഷ്ടിപ്പ് നടത്തിയവന്റെ ലക്ഷ്യപൂർണമായിട്ടുള്ള സൃഷ്ടിപ്പിന്റെ ഒരു ഉദാഹരണമായിട്ട് മാത്രമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. നോക്കൂ നിങ്ങള്, 11 വർഷങ്ങൾക്ക് മുമ്പ് വരേക്കും ഇവിടെ മനുഷ്യ ശരീരത്തിലെ പല അവയവങ്ങളെ കുറിച്ചുള്ള ചർച്ചകളും പഠനങ്ങളൊക്കെ വരുമ്പോ അതൊന്നും മനുഷ്യ ശരീരത്തിൽ ആവശ്യമില്ലാത്തതാണ് എന്ന വിധത്തിലുള്ള പ്രചരണങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അതിന്റെ ഏറ്റവും ചെറിയ ഉദാഹരണമാണ് വേംനിഫോംഡ് അപ്പൻഡിക്സ്. അപ്പൻഡിക്സ് എന്ന് പറയുന്ന അവയവം അത് മനുഷ്യ ശരീരത്തിൽ ആവശ്യമൊന്നുമില്ല എന്നായിരുന്നു 11 വർഷം മുമ്പ് വരെ വിശ്വസിച്ചു പോന്നിരുന്നത്. ശാസ്ത്രത്തിന്റെ അനുമാനം അങ്ങനെയായിരുന്നു. എന്നാൽ
ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ദൈനംദിനം വർദ്ധിച്ചു വരുമ്പോ എന്തിനു വേണ്ടിയാണ് ഓരോന്നും എന്ന അന്വേഷണങ്ങൾ പുരോഗമിക്കുമ്പോ മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാകുന്നു. 11 വർഷം മുമ്പ് മരണപ്പെട്ടു പോയ ഒരു മനുഷ്യൻ ഈ അപ്പൻഡിക്സ് എന്ന് പറയുന്ന അവയവം ഒരാവശ്യവും ഇല്ലാത്തതാണ് എന്ന് വിശ്വസിച്ചുവെങ്കിൽ ഇന്ന് മനുഷ്യൻ വിശ്വസിക്കുന്നു ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ പരീക്ഷണ നിരീക്ഷണ നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിൽ. എന്താണ് അതിന്റെ ഉദ്ദേശം? വയറിളക്കൊക്കെ ഉണ്ടാവും. സ്വാഭാവികമായിട്ടും മനുഷ്യ ശരീരത്തിൽ നിന്ന് ബാക്ടീരിയാസ് കുറെ പുറന്തള്ളപ്പെടും. അപ്പൊ മനുഷ്യ ശരീരത്തിൽ ആവശ്യമായ ബാക്ടീരിയകളെ തടഞ്ഞു വെക്കുക എന്ന ധർമ്മമാണ് അപ്പൻഡിക്സ് പ്രധാനമായും നിർവഹിക്കുന്നത്. അപ്പൊ അത് ആവശ്യമാണോ? അല്ലേ. ഇനി അത് മാത്രല്ല, അതിൽ പരം ഒരുപാട് കാര്യങ്ങൾ അതിനോട് ചേർത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഇതൊക്കെ ഇങ്ങനെയൊക്കെ സത്യമായി ബോധ്യപ്പെട്ടാലും അടുത്ത സംശയവുമായി ഇത്തരം യുക്തിരഹിതവാദികൾ കടന്നു വരും. എങ്കിൽ ഇതൊക്കെ ആസൂത്രണം ചെയ്തവൻ ഒക്കെ ഞങ്ങൾ സമ്മതിക്കാൻ വാദത്തിനു വേണ്ടി. എങ്കിൽ ആ ആസൂത്രകനെ ആരാണ് സംവിധാനിച്ചത് എന്ന പിന്തിരിപ്പൻ ചോദ്യവുമായി അത്തരം വാദങ്ങളുമായി ഇത്തരം ആളുകൾ കടന്നു വരുമ്പോ വളരെ കൃത്യമായി ഇവരുടെയൊക്കെ മുമ്പിൽ ഇവരുന്നയിക്കുന്ന ചോദ്യങ്ങളുടെ അബദ്ധം ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതില്ലേ? പ്രിയപ്പെട്ടവരെ, നമുക്ക് വിളിക്കാനുള്ളത് വിശ്വമാനവികതയാണ്. ഇവിടെയുള്ള ഏതെങ്കിലും ഒരു സംഘടനയിലെ ആളുകളെയല്ല, മറിച്ച് ഈ ശബ്ദം ശ്രവിക്കുന്ന ഈ നാട്ടിലെ മുഴുവൻ ആളുകളെയും വിളിക്കുകയാണ്. ഞാൻ എന്റെ സംസാരത്തിന്റെ ആമുഖത്തിൽ പറഞ്ഞു വെച്ചത് അതാണ്. എന്റെ സംസാരം ഏതെങ്കിലും ഒരു പാർട്ടിയെ ഉദ്ദേശിച്ചില്ല, ഈ നാട്ടിലെ മുഴുവൻ മനുഷ്യന്മാർക്കും വേണ്ടിയിട്ടാണ്. നോക്കൂ നിങ്ങള്, എത്ര അബദ്ധജടിലമായ ചോദ്യമാണിത്. ആരാണ് ആസൂത്രകനെ ആസൂത്രണം ചെയ്തത്? എല്ലാം ആസൂത്രണം ചെയ്തവൻ, അവനെ ആസൂത്രണം ചെയ്തത് ആരാണ് എന്ന് ചോദിക്കുന്ന ചോദ്യത്തിലെ അബദ്ധം വളരെ എളുപ്പത്തിൽ ഏതൊരു മനുഷ്യനും മനസ്സിലാക്കാം. അത് ഏതുപോലെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജീവനോടെ നിൽക്കുന്ന ഒരു മനുഷ്യന്റെ മുമ്പിൽ പോയിട്ട് നമ്മൾ പറയാ, എടാ നിന്നെ ആരാ കൊന്നത്? ജീവനോടെ നിൽക്കുന്ന ഒരു മനുഷ്യനോട് നിന്നെ ആരാടാ കൊന്നത് എന്ന് ചോദിക്കുന്നത് എത്രമാത്രം വൈരുദ്ധ്യമാണ്. അയാളുടെ ഏറ്റവും മൗലികമായിട്ടുള്ള വിശേഷണം അയാൾ ജീവനോടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോ ഇങ്ങനെ മണ്ടൻ ചോദ്യങ്ങളുമായിട്ടാണ് ദൈവനിഷേധികൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ചില ഉദാഹരണങ്ങൾ കൂടി പറയാം. മൊണാലിസ എന്ന ചിത്രം വരച്ചത് നമുക്കെല്ലാവർക്കും അറിയാം ഡാവിഞ്ചിയാണ്. എങ്കിൽ ആരാ ഡാവിഞ്ചിനെ വരച്ചത്? അടുത്ത ചോദ്യം. ഡാവിഞ്ചിനെ വരക്കേണ്ടതില്ല, കാരണം ഡാവിഞ്ചി വരക്കാരനാണ്. ഹരിമുരളീലവം ആരാ പാടിയത്? അത് യേശുദാസാന്ന് എല്ലാവർക്കും അറിയാം. എങ്കിൽ ആരാ യേശുദാസിനെ പാടിയത്? അടുത്ത ചോദ്യം. അപ്പോ ചിത്രത്തിന് വരക്കാരൻ വേണം എന്നത് ഒരു പൊതു തത്വമാണ്. വരക്കാരൻ ഇല്ലാതെ ചിത്രം ഉണ്ടാവില്ല. എന്നാൽ വരക്കാരന് മറ്റൊരു വരക്കാരൻ ആവശ്യമില്ലല്ലോ. പാട്ടിന് പാട്ടുകാരൻ വേണമെങ്കിലും പാട്ടുകാരന് മറ്റൊരു പാട്ടുകാരൻ ആവശ്യമില്ലല്ലോ. പ്രപഞ്ചത്തിന് സൃഷ്ടാവ് വേണമെങ്കിൽ സൃഷ്ടാവിന് വേറെ ഒരു സൃഷ്ടാവ് വേണ്ടല്ലോ. കാരണം മറ്റൊന്നിന്റെ സൃഷ്ടിയല്ല എന്നതാണ് സൃഷ്ടാവിന്റെ ഏറ്റവും മൗലികമായ വിശേഷണം. ഭക്ഷണം കഴിച്ചാൽ നമുക്ക് അത് ടേസ്റ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് ചോദിക്കാം, അത് ഉണ്ടാക്കിയതായതുകൊണ്ട് അതിന്റെ കുക്ക് ആരാണ് എന്നുള്ളത്. എന്നാൽ ആ കുക്കിനെ ആരാണ് കുക്ക് ചെയ്തത് എന്ന ചോദ്യം ചോദിക്കാത്തത്
കുക്ക് ഒരു ഡിഷ് അല്ലാത്തതുകൊണ്ടാണ്. അപ്പൊ എത്ര ബാലിശമാണ് ഇവിടെ വലിയ യുക്തിവാദികൾ എന്ന് വീരവാദം മുഴക്കി നടക്കുന്ന ആളുകൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രമാത്രം ബാലിശമായിട്ടുള്ളത് എന്ന് പോലും പറയാൻ പറ്റാത്ത കാര്യമല്ലേ പ്രിയപ്പെട്ടവരെ. ലോകത്തിന്റെ സട്ടാവായ എല്ലാവർക്കും അംഗീകരിക്കാൻ കഴിയുന്ന ദൈവമാരായിരിക്കണം, അത് അല്ലാഹുവാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നത് അസ്തിത്വപരമായ വിശേഷണങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടാണ്. എക്സിസ്റ്റൻഷണൽ ആയിട്ടുള്ള സ്പെഷ്യാലിറ്റികളെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെയാണ് വേദം പഠിപ്പിക്കുന്നത്. ആരാണ് വേദത്തിന്റെ ഉടമസ്ഥൻ എന്നുള്ളത്, അഥവാ ലോകത്തിന്റെ ഉടമ എന്നുള്ളത്, അത് അല്ലാഹുവാണ് എന്ന് ബോധ്യപ്പെടും നമുക്ക്. അല്ലാഹുവിന്റെ ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ എന്നും ഈ ലോകത്തിന്റെ സൃഷ്ടിപ്രതിഭാസങ്ങളെല്ലാം സത്യമാണ് എന്നുമൊക്കെ ഭൂമിയിലേക്ക് നോക്കിയ ഒരു മനുഷ്യന് കണ്ടെത്താൻ പറ്റുമെങ്കിൽ ആ വേദത്തിലൂടെ നമ്മൾ ആ പടച്ചവനെ തിരിച്ചറിയാൻ ശ്രമിച്ചാൽ അസ്തിത്വപരമായ വിശേഷണങ്ങൾ മുന്നിൽ വെച്ച് അല്ലാഹു പഠിപ്പിക്കുന്ന അവന്റേതായിട്ടുള്ള വിശേഷണങ്ങളെ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും. നോക്കൂ, നിങ്ങൾ ഈ പ്രപഞ്ചത്തെ കുറിച്ച് പോലും നമ്മൾ പഠിക്കുമ്പോ ഉൽപ്പത്തി എന്ന് പറയുന്ന ഒരു കാര്യം അവിടെ കടന്നു വരുന്നു. പ്രപഞ്ചോൽപ്പത്തി, ഒറിജിൻ ഓഫ് യൂണിവേഴ്സ് എന്നത് കടന്നു വരുന്നു. അവിടെയാണ് ബിഗ് ബാങ് തിയറി പോലെയൊക്കെയുള്ള തിയറികൾ നമ്മുടെ ചർച്ചകളിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ പ്രപഞ്ചം ഉൾപ്പെടെ ഇവിടെ എന്തെല്ലാം ഉണ്ടോ ആ ഉള്ളതെല്ലാം പോസിബിൾ എക്സിസ്റ്റൻസ് അഥവാ സംഭവ്യമായ അസ്തിത്വമാണ്. ഉണ്ടായതുകൊണ്ട് ഉണ്ടായതാണ്. വളരെ കൃത്യമായി പറഞ്ഞാൽ ഉണ്ടായതുകൊണ്ട് ഉണ്ടായതാണ്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട നാട്ടുകാരെ, നമുക്കൊക്കെ ആലോചിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് ഈ പ്രപഞ്ചം എന്തിനുവിടെ ഉണ്ടായി, നമ്മൾ എന്തിനുവിടെ ഉണ്ടായി. ഉണ്ടായതുകൊണ്ടുണ്ടായതാണെങ്കിൽ അതിനൊരു ഉത്തരം കിട്ടേണ്ടതുണ്ട്. അവിടെയാണ് അനിവാര്യമായ അസ്തിത്വത്തിന്റെ നെസസറി എക്സിസ്റ്റൻസിന്റെ പ്രസക്തിയും പ്രാധാന്യവും കടന്നു വരുന്നത്. അതാരായിരിക്കണം, ആരായിരിക്കണം ഇതിന്റെ ഒക്കെ പിന്നിലുള്ളത്? തീർച്ചയായും അനിവാര്യമായ അസ്തിത്വമായിരിക്കണം. തത്വശാസ്ത്ര പ്രകാരം ആരായിരിക്കണം നെസസറി എക്സിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ അതിന് പ്രധാനപ്പെട്ട ചില വിശേഷണങ്ങൾ കൊടുക്കുന്നുണ്ട്. ആ നെസസറി എക്സിസ്റ്റൻസ് ആരായിരിക്കണം? അവൻ ഉള്ളതായിരിക്കണം, അവന് ഉണ്മയുണ്ടാകണം. വുജൂദ് എന്ന് പറയും അറബിയിൽ. ഒരൊറ്റ അധ്യായം മാത്രം പഠിച്ചാൽ വിശുദ്ധ വേദത്തിൽ നിന്ന് ഏതൊരാൾക്കും പഠിക്കാൻ പറ്റുന്ന 112-ാമത്തെ അധ്യായം സൂറത്തുൽ ഇഖ്ലാസ് പഠിച്ചാൽ ആരാണ് അല്ലാഹ് എന്ന് ഫിലോസഫിക്കലി മനസ്സിലാക്കാൻ സാധിക്കും. ഒന്ന് വുജൂദാണ്, അവൻ വുജൂദായിരിക്കണം. ഉള്ള ഒരു സാധനത്തിനാണ് അറബി ഭാഷയിൽ ഹുവ എന്ന് കൃത്യമായി പരിചയപ്പെടുത്തുക. ഖുൽ, നബിയെ പറഞ്ഞു കൊടുക്കണം, ഹുവല്ലാഹ്, അവനാണ് അല്ലാഹ്. അപ്പൊ ഉള്ളതാണ്. അല്ലാഹു എന്ന് പറയുന്നത് എക്സിസ്റ്റന്റ് ആണ്. ഇനിയോ എറ്റേണൽ ആയിരിക്കണം. എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ ആളുകളോടും ഇങ്ങനെയുള്ള ഒരു അല്ലാഹുവിനെ, ഒരു ദൈവത്തെ നമ്മൾ പറയുകയാണ്, പഠിപ്പിക്കുകയാണ്, വിശുദ്ധ വേദം മുന്നോട്ട് വെക്കുകയാണ്. എറ്റേണൽ എന്ന് പറഞ്ഞാൽ തുടക്കണ്ടാൻ പാടില്ല. തുടക്കമുള്ള ഒരു വസ്തുവിന് ദൈവമാകാൻ പറ്റൂല. കാരണം എന്താണ്? തുടക്കമുണ്ടായി എന്നതാണ് പ്രപഞ്ചത്തെ, നമ്മളെ ഒക്കെ പോസിബിൾ എക്സിസ്റ്റന്റ് ആക്കിയത്. അപ്പൊ പിന്നെ എങ്ങനെ അനിവാര്യ അസ്തിത്വമായി മാറും? അപ്പോ പ്രിയപ്പെട്ടവരെ, ഖിതമായിരിക്കണം. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ പറ്റി പറഞ്ഞപ്പോ സൂചിപ്പിച്ചു, വലം യൂലദ്, അവൻ ജനിച്ചിട്ടില്ല. ജനിക്കുമ്പോഴാണല്ലോ തുടക്കം ഉണ്ടാവുക. അവൻ ജനിച്ചിട്ടില്ല. ഞാൻ വളരെ ദ്രുതഗതിയിൽ ആ ഭാഗങ്ങൾ പറഞ്ഞു പോവാണ്. ഇതൊക്കെ റെഫറൻസ് കൃത്യമായി നമുക്ക് നോക്കാൻ പറ്റും.
അല്ലാഹു അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിന്റെ സട്ടാവ് എന്ന് പറയുന്നത് പലപ്പോഴും ഇത്തരം കാര്യങ്ങളൊക്കെയും നമുക്ക് വിശദീകരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു ഒരു കാലം വരെ. എന്നാൽ ഇന്ന് പല യുവാക്കളും പല വിധത്തിലും തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആമുഖമായി ഒരു കവിതാശകലം ഓർമ്മപ്പെടുത്തിയത് അതിനുവേണ്ടിയാണ്. എല്ലാവരുടെയും തല താഴേക്കാണ്. സാമൂഹ്യ പരിസരങ്ങളിൽ അങ്ങാടിയിൽ നിൽക്കാൻ ആളുകൾ കുറവാണ്. എല്ലാവരും കൽഫൈസി വൽ വാട്സാപ്പി വൽ ഇൻസ്റ്റാഗ്രാമി വകുല്ലുഹാ ഫീ ഖബ്ലത്തിൽ ഇബ്ഹാമി. എല്ലാവരും അതിന്റെ പിടിയില. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ പിടി എവിടെ എത്തിച്ചിരിക്കുന്നു? തന്നെ പടച്ചവനെ മറന്നുപോകുന്നതിലേക്ക് എത്തിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവൻ ആരായിരിക്കണം അവൻ തന്നെ പറഞ്ഞു തരുന്നുണ്ട്. വേദം വെളിച്ചമാകുന്നത് എങ്ങനെയാണ്? ഏറ്റവും ആദ്യം വേദം വെളിച്ചമാകേണ്ടത് സൃഷ്ടിച്ചവനെ പഠിപ്പിക്കുന്ന കാര്യത്തിലാണ്. അതവൻ കൃത്യമായി വെളിച്ചം വീശി. എവർലാസ്റ്റിംഗ് ആയിരിക്കണം. മൂന്നാമത്തെ പോയിന്റ് എവർലാസ്റ്റിംഗ് ആയിരിക്കണം. ഒന്ന് വുജൂദായിരിക്കണം, രണ്ട് ഖിദമായിരിക്കണം, അതുപോലെ തന്നെ ബഖാ ആയിരിക്കണം. എവർലാസ്റ്റിംഗ്, അവൻ ഒടുക്കണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അവൻ പറഞ്ഞു ലം യലിദ്, അവൻ ജനിപ്പിച്ചിട്ടില്ല. എന്താ ഈ ജനിപ്പിക്കുന്നതിന്റെ അവസ്ഥ? പിതാവാകുക എന്നൊക്കെ പറയുന്നത് എന്തിനാണ്? ഒരന്ത്യത്തെ സൂചിപ്പിക്കുന്നതാണ് പിതാവ് എന്ന് പറയുന്നത്. ബാറ്റൻ കൈമാറുക, അനന്തരം കൊടുക്കുക എന്നിടത്തൊക്കെയാണ് പിതാവിന്റെ റോള് കടന്നു വരുന്നത്. അത് അള്ളാഹുവിനില്ല, നെസസറി എക്സിസ്റ്റൻസിന് അത് ഉണ്ടാകാൻ പാടില്ല. ഫിലോസഫിക്കലി ആർഗ്യൂ ചെയ്തിട്ടുള്ള കാര്യം അത് കൃത്യമായി വേദത്തിലൂടെ നമ്മൾ പഠിക്കുന്നു. ഇനി അവൻ സെൽഫ് സഫിഷ്യന്റ് ആയിരിക്കണം, സ്വയം പര്യാപ്തനായിരിക്കണം. ഖിയാമും ബിന്നഫ്സ്, സ്വന്തം ആരെയും ആശ്രയിക്കാത്തവനും എല്ലാവരും ആശ്രയിക്കുന്നവനുമായിരിക്കണം. അതുകൊണ്ടാണ് അല്ലാഹു സ്വമദ് എന്ന് പറഞ്ഞത്. അസ്വമദ് എന്ന് പറഞ്ഞാൽ ആരെയും ആശ്രയിക്കേണ്ടതില്ല, എല്ലാവരും അവനെ ആശ്രയിക്കേണ്ടതും ആണ്. അതുപോലെ തന്നെ ഡിസിമിലർ ടു ക്രിയേഷൻസ്, സൃഷ്ടികളിൽ നിന്ന് മുഴുവനും വ്യതിരിക്തനാവൽ. അതാണ് അഞ്ചാമതായിട്ടുണ്ടാവേണ്ട. ഫിലോസഫിക്കലി നമ്മൾ മനസ്സിലാക്കുമ്പോൾ സട്ടാവിന് ഉണ്ടാകേണ്ട ക്വാളിറ്റി അത് സട്ടാവ് പരിചയപ്പെടുത്തി. മുഖാലഫുൽ ഹവാദിസ്, സൃഷ്ടികളിൽ നിന്ന് വിഭിന്നനാവുക. ലം വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവന് തുല്യമായി ആരും തന്നെയില്ല. അങ്ങനെയുള്ളവൻ ആരായിരിക്കണം? അവൻ വണ്ണസ് ആയിരിക്കണം. മറ്റൊരാൾ വന്നാൽ എന്തായി? രണ്ടായാൽ തുല്യമായി ആരുമില്ല എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയായി. അതുകൊണ്ട് തന്നെ അവൻ ആരാണ്? അവൻ വഹദാനിയത്താണ്, വണ്ണസ് ആണ്. അല്ലാഹു അഹദ്, എല്ലാം ഒരൊറ്റ അധ്യായത്തിലൂടെ പരിചയപ്പെടുത്തി. ഇങ്ങനെയൊക്കെ അല്ലാഹനെ ബോധ്യപ്പെട്ടാൽ പിന്നീട് പടപ്പുകൾക്കുള്ള ബാധ്യത എന്താ പ്രിയപ്പെട്ടവരെ? പിന്നെ എന്റെയും നിങ്ങളുടെയും ധർമ്മം എന്താണ്? ഈ സംസാരം കേൾക്കുന്നവർക്ക് അല്ലാഹ് ഉണ്ട് എന്ന് വേദത്തിലൂടെ ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, വേദം സത്യമാണ് എന്ന് പ്രപഞ്ചത്തിലൂടെ തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെയുള്ള ബാധ്യത എന്താണ്? എന്റെ എല്ലാ കാര്യങ്ങൾക്കുമുള്ള ഉപദേശകനായി, എന്റെ എല്ലാ കാര്യങ്ങൾക്കുമുള്ള കൈകാര്യകർത്താവായി, എന്റെ എല്ലാ കാര്യങ്ങൾക്കുമുള്ള വിധികർത്താവായി നെസസറി എക്സിസ്റ്റന്റ് ആയിട്ടുള്ളവനെ അംഗീകരിക്കുക. അഥവാ അവന്റെ വേദത്തെ വെളിച്ചമായി കണ്ടത് മുറുകെ പിടിക്കുക എന്നതാണ്. യാതൊരു നിയമവ്യവസ്ഥയും മനുഷ്യൻ ആവശ്യമില്ല. അവനവൻ അപ്പപ്പോ തോന്നുന്നത് എന്താണോ അതൊക്കെ ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോയാ മതി. നന്മയും തിന്മയും ഒക്കെ നമുക്ക് തോന്നുന്നതാണ് എന്ന് ഇന്നിന്റെ ക്യാമ്പസുകളിൽ, ഇന്നിന്റെ സമൂഹങ്ങളിൽ മുഴുവനും ചർച്ചകൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്കായി മാറിയിരിക്കുന്നു. എന്തിനാണ് നിയമങ്ങൾ, എന്തിനാണ് വേദങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ കൊച്ചു കേരളത്തിൽ പോലും, ഈ വേങ്ങര അങ്ങാടിയിൽ പോലും അത്തരത്തിലുള്ള ആളുകൾ കൂടിക്കൊണ്ടിരിക്കുന്നു എന്നത് ഇത്തരം കാര്യങ്ങളെ ഘോരഘോരം ശബ്ദിച്ച്
അതല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളെ കുറിച്ചുള്ള അവയർനെസ്, ബോധവൽക്കരണം സമൂഹത്തിൽ നടത്തണമെന്ന താല്പര്യത്തിലേക്ക് നമ്മളെ എത്തിക്കുകയാണ്. തെളിഞ്ഞ ബുദ്ധിയിൽ നിന്ന് ആലോചിച്ചാൽ കിട്ടുന്ന ഉത്തരമല്ലേ പ്രിയപ്പെട്ടവരെ മനുഷ്യന് കൃത്യമായ സത്യാസത്യ വിവേചനങ്ങൾ ആവശ്യമാണ് എന്നുള്ളത്. കോശങ്ങൾ കൊണ്ട് ഘടിപ്പിക്കപ്പെട്ട മനുഷ്യ ശരീരത്തിൽ ഏറ്റവും ചുരുങ്ങിയത് 30 ട്രില്യൺ അഥവാ 30 ലക്ഷം കോടി കോശങ്ങളാണ് ഉള്ളത് എന്നതാണ് നമുക്ക് പഠിക്കാൻ പറ്റുന്ന വിഷയം. ഒരൊറ്റ കോശം അനുഭവിക്കുന്ന സങ്കീർണത എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ മെട്രോപൊളിറ്റൻ സിറ്റിയിൽ അനുഭവിക്കുന്ന സങ്കീർണതയേക്കാൾ വിശാലമായിട്ടുള്ള സങ്കീർണത. അങ്ങനെയെങ്കിൽ ഒന്നല്ല, 30 ലക്ഷം കോടി കോശങ്ങളാണ് ഒരു മനുഷ്യന്റെ ശരീരത്തിലുള്ളത്. നിയമങ്ങൾ ആവശ്യമുണ്ടോ? എന്തിനാണ് മതം പറഞ്ഞതുപോലെ വസ്ത്രം ധരിക്കുന്നത് എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്, മാപ്പിളമാരുണ്ട്. എന്തിനാണ് മതം പറഞ്ഞതുപോലെ ഭക്ഷണം കഴിക്കുന്നത് എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. നമുക്ക് പറയാനുള്ളത്, എന്തിനാണ് ഈ വേങ്ങരങ്ങാടിയിൽ ട്രാഫിക് നിയമം? എന്തിനാണ് നമ്മൾ നിയമങ്ങൾക്ക് വിധേയമായി കഴിയുന്നത്? നമ്മുടെ സുരക്ഷയല്ലേ. ആ സുരക്ഷ മനുഷ്യൻ ആവശ്യമാണ് എന്ന് നമ്മൾ ബോധ്യപ്പെട്ടില്ലേ? എങ്കിലതാരാ തരേണ്ടത്? അത് ഏകനായ ഒരു സട്ടാവ് തന്നെയാണത് തരേണ്ടത് എന്നുള്ളതാണ്. വേദവെളിച്ചം അത് ജീവിതത്തിന്റെ എല്ലായിടങ്ങളിലേക്കും പ്രസരിപ്പിക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട് സവിസ്തരം പ്രതിപാദിക്കേണ്ട കുറെ മേഖലകൾ കടന്നു വരുന്നുണ്ട്. പ്രിയമുള്ളവരെ, നിങ്ങളെ മുഴുവനും ഐതിഹാസികമായ മുജാഹിദ് 10ാം സംസ്ഥാന സമ്മേളനത്തിലേക്ക് ക്ഷണിക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. വ്യത്യസ്തങ്ങളായ വേദവെളിച്ചത്തിന്റെ മേഖലകളെ ചർച്ച ചെയ്യുന്ന സമ്മേളനത്തിലേക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെയും സാന്നിധ്യം കൂടി ഈ അവസരത്തിൽ സാന്ദർഭികമായി അപേക്ഷിക്കുകയും പ്രതീക്ഷിക്കുകയും ഒക്കെ ചെയ്യുകയാണ്.